ഇവിടെ പലരുടെയും വിചാരം അത് തന്നെയാ. എന്തിന്? അപ്പച്ചിയുടെ നാത്തോലില്ലേ, എന്റെ അമ്മായിയമ്മ, അവര് വരെ ഈ അസുരവിത്തിനെ കൊച്ചുമോളെ കൊണ്ട് നടക്കുന്നത് പോലെയാ കൊണ്ടു നടക്കുന്നത്. അത് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ആ ജന്തുവിനെ ഞാനിവിടെ നിലം തൊടാതെ ഓടിക്കും. അത് മതി. ആ സാധനത്തെ ഇവിടെ നിന്ന് ഓടിച്ചാ പകുതി പ്രശ്നം അതോടെ തീരും. ദിയെ ജഗനെ ഏൽപ്പിച്ചിട്ട് ഊരി ചുറ്റാൻ പോയിരിക്കല്ലേ അവളുടെ വന്ദനാമ്മ. ഈ അവസരത്തിൽ ആ കുട്ടിപ്പിശാചിന് എന്തെങ്കിലും പറ്റിയ അവൾ സഹിക്കില്ല. അത് കൊള്ളാം. അവൾക്ക് നോവണമെങ്കിൽ ദിയമോളെ വേദനിപ്പിക്കണം. അത് മാത്രമല്ല അപ്പച്ചി, വന്ദന ദിയമോളെ നോക്കാൻ ജഗനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ദിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആ കുറ്റം ജഗന്റെ തലയിൽ കെട്ടിവെക്കാം. അത് ഐഡിയ. അതിന്റെ പേരിൽ വന്ദനയും ജഗനും തമ്മിൽ അടിച്ചു പിരിഞ്ഞോളും. നിന്നെ പുകഴ്ത്തി പറയാണെന്ന് കരുതരുത്. നീ ഒരു അപൂർവ ജന്മം തന്നെ. പുരാണത്തിലെ മന്ധരയുടെ പുനർജന്മം. ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. അല്ല, എന്നാലും നിന്റെ ഐഡിയ കൊള്ളാം. ഡിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ വന്ദന ജഗനെ കൊല്ലാൻ വരെ മടിക്കില്ല. പക്ഷേ ഡിയയ്ക്ക് എന്തു പണിയാ കൊടുക്കേണ്ടത്? സംഭവം പഴയായിട്ട് കണ്ടു കണ്ട് മടുത്തതാ. പക്ഷേ അത് ഇത്രയല്ലേ ഉള്ളൂ, അതിനത് മതി. ആട്ടുംകുട്ടിക്കാരും വാരിക്കുഴി വെട്ടാറില്ലല്ലോ. ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ഏതും ആവാം. അയ്യേ, നല്ല കുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. മോളെ വീടിക്കാൻ നോക്കിയവരല്ലേ വീണത്. പിന്നെന്തിനാ മോള് കരയുന്നത്? മോൾ ആരെയും നോക്കുന്നത്? എനിക്ക് പേടി അങ്കിൾ. ആ അപ്പച്ച മുത്തശ്ശിക്കും വിദ്യ എനിക്കും എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അവരെന്നെ ഇനിയും വരക്ക് പറയും. എനിക്ക് പേടിയാവുന്നു അങ്കിൾ. പേടിക്കാതെ മോളെ. നിനക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയല്ലേ അങ്കിൾ എപ്പോഴും കാവലിരിക്കുന്നത്. ആ ദേ, മോളുടെ വന്ദനാമ്മ ഇങ്ങ് വരാറായി. വന്ദനാമ്മ വരുമ്പോ മോള് കണ്ണീര് ഒലിപ്പിച്ചിരിക്കുന്നത് കണ്ട എന്താ സംഭവിക്കാന്നറിയോ? പണ്ട് മോള് ബൈക്കിൽ നിന്ന് വീണ സംഭവം ഓർമ്മയുണ്ടോ? മനോജിന്റെ കുറ്റം കൊണ്ടാ വീണത്. എന്നിട്ട് വന്ദനാമ്മ അടിച്ചത് എന്റെ ജഗട്ടത്തും. അതുപോലെ ഇന്നും ഒരു തെറ്റും ചെയ്യാതെ അങ്കിള് വന്ദനാമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളണോ? വേണ്ട. എന്നാ കരയാതിരിക്കേ കേട്ടോ. കണ്ണീര് തുടക്കേ. കണ്ണീര് തുടച്ച പോരാ, ചിരിക്കുകയും വേണം. അങ്കിളെ, എന്നെ മാധവൻ അച്ഛന്റെ അച്ഛമ്മേരെ വീട്ടിൽ കൊണ്ടാക്കോ? അതെന്തിനാ? അവിടെ എനിക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ഇവിടെ ജഗനങ്ങൾ മോളെ നോക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ വന്ദനാമ്മ മോളെ ഇവിടെ നിർത്തിയിട്ട് പോയത്. എന്നിട്ട് വന്ദന വരുമ്പോ മോൾ ഇവിടെ ഇല്ലെങ്കിലോ? അപ്പോഴും അങ്കിളിന് തല്ല് ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ. അങ്കിളെ, അങ്കിൾ ഇപ്പൊ വന്ദനമ്മയുടെ ഭർത്താവാ. ഭർത്താവ് ഭാര്യയെ പേടിച്ചാലുണ്ടല്ലോ പെൺകൊന്തനായിപ്പോ. എങ്ങനെ എങ്ങനെ പെൺകൊന്തൻ ഭർത്താവ്. കൊള്ളാലോ. എന്തിനാ മോള് കരയുന്നേ? ആ അപ്പച്ചി മുത്തശ്ശി ഞാൻ വരുന്ന വരിയില് എന്തോ പണിയൊപ്പിച്ചിരുന്നു. മോള്
എന്നെ അടിച്ച് മുഖം അടിച്ച് വീഴാൻ പോയതാ. ആ സമയത്ത് ജഗനങ്കിള് മുറുകെ പിടിച്ചോണ്ട് മോൾക്കൊരു പോറൽ പോലും പറ്റിയില്ല. ജഗനങ്കിൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്കിളിനെ തല്ലല്ലേ വന്ദനമ്മേ. വേണ്ട, ചിരിക്കണ്ട. ജഗ, ഇവിടെ എന്റെ മോള് സുരക്ഷിതയല്ലോ. നിങ്ങളുടെ അപ്പച്ചിയുടെ കയ്യിലിരിപ്പെങ്ങാനും എന്റെ കുഞ്ഞിന്റെ മേലെ കാണിച്ചാലുണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വന്ദനെ, അതിനോട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഒരു പക്ഷെ സംഭവിച്ചിരുന്നെങ്കിലോ? എന്റെ കുഞ്ഞിനെന്തേലും സംഭവിച്ച ആ രാഖി എന്ന രാക്ഷസിയെ പേടിച്ച മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒരു മുക്കിലും മൂലയിലും ചതികൾ ഒരുക്കി കാത്തിരിക്കല്ലേ 1000 രാഖിയുടെ ബലം ചെയ്യുന്ന ആനന്ദവല്ലി. ദേവി, ഭഗവതി,